സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് തരത്തിൽ കൈപ്പക്ക കൊണ്ട് വറവുണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം കൈപ്പക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിലുള്ള കുരുവെല്ലാം കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചെറുതായി മുറിച്ചെടുക്കാം. കൈപ്പക്ക അധിക പേർക്കും ഇഷ്ടമാവില്ല. അതിൻ്റെ കാരണം കഴിക്കുന്നത് കൊണ്ട് തന്നെ. ഇങ്ങനെയെല്ലാം മുറിച്ചെടുത്ത ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ചിലപ്പോൾ 3/4 ടീസ്പൂൺ ചിലർക്ക് വേണ്ടി വരും. എൻ്റെ വീട്ടിൽ ഉപ്പ് അധികം ഉപയോഗിക്കാറില്ല. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം ഈ ചേർത്ത് വെച്ച കൈപ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൈപ്പക്ക വറവാണ്. ഇനി ഒന്ന് മൂടി വയ്ക്കാം. കൈപ്പക്ക ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ കൈപ്പക്കയുടെ ഏതെങ്കിലും ഒരു വറവുണ്ടാക്കിയാൽ തന്നെ ചോറ് കഴിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ സിമ്മിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അതാണ് നല്ല സ്വാദ്. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന 2 തരം കൈപ്പക്ക വറവാണ്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് റെഡിയായി. ഇനി രണ്ടാമത്തെ വറവുണ്ടാക്കാം. ആദ്യത്തേത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് ഉണ്ടാക്കിയത്. ഇത് കുറച്ച് വെള്ളം വേണ്ടി വരും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ചില സ്ഥലങ്ങളിൽ കൈപ്പയ്ക്കയ്ക്ക് പാവയ്ക്ക എന്നും പറയും. ഇനി ഇതെടുത്ത് കുരുവെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം.
കൈപ്പക്ക കൊണ്ട് പല വിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ മസാലകൾ ചേർത്ത് ഫ്രൈ ചെയ്യാറുമുണ്ട്. കൈപ്പക്ക ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതെല്ലാം സൂപ്പർ തന്നെയാണ്. ഇനി മുറിച്ച് വെച്ച കൈപ്പക്ക എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൈപ്പക്ക വറവാണ്. ഷുഗർ ഉള്ളവർ കൈപ്പക്ക ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. കൈപ്പക്കയുടെ കയ്പ്പ് കളഞ്ഞ് ഉപയോഗിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓരോന്നിന് ഓരോന്നിൻ്റേതായ സ്വാദുണ്ട്. അപ്പോൾ അത് നശിപ്പിച്ച് ഉപയോഗിച്ചിട്ട് എന്താണ് കാര്യം? ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എന്താണ് ഇടേണ്ടത് എന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഒരു ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. കൂടുതലായി ആവി കയറ്റിയാൽ അത് ഉടഞ്ഞു പോകും. അപ്പോൾ അത്ര സ്വാദുണ്ടാവില്ല. നിങ്ങൾക്ക് ഉടഞ്ഞു വരുന്ന കൈപ്പക്കയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഇനി ഒരു ആവി വന്ന ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ കൈപ്പക്ക ഉണ്ടാക്കിയാൽ വേറെ കറിയൊന്നും വേണ്ടി വരില്ല. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 നുള്ളി കടുകും ഇട്ട്
2 വറ്റൽമുളകും ഇട്ട് നമുക്കിതൊന്ന് വറുത്തിടാം. വറ്റൽമുളകിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇടണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കയ്പക്ക ഇട്ട് കൊടുക്കാം. രണ്ട് കയ്പക്ക വറവും റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.